കിഷ്കിന്ധാകാന്ഡം സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ആദ്യം എനിക്കുണ്ടായ ഫീൽ എന്ന് പറയുന്നത് വിജയരാഘവൻ എന്ന് പറയുന്ന മനുഷ്യനെ ഒന്ന് കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കാനാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്തോ, കണ്ടോ, ഇല്ലെങ്കിൽ നഷ്ടമാണ്. അത്രയും മാരകമായിട്ടുള്ള ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ. നെഞ്ചിന്റെ പെടപ്പ് മാറിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കുറേ കാലങ്ങൾക്ക് ശേഷം, ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഒരു സിനിമ കാണുമ്പോൾ ഞാൻ എക്സാക്ട്ലി ഈ ഒരു ഇതിങ്ങനെ വായിൽ ഇതിനെ വെച്ചിട്ട് ഒരു ഒരു ചിരിയോടെ ഞാൻ ഇതിങ്ങനെ കണ്ടത്. ഇതിന്റെ ഒരു ചില ഭാഗങ്ങളൊക്കെ എന്ത് ഇത് എന്തൊരു അത്ഭുതമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ള. കാരണം എനിക്കറിയില്ലോ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും ഇത് കണ്ട ആൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്തത് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ ഉള്ളിൽ അത്രയും ആഴത്തിൽ ഈ സിനിമ കൊണ്ടിട്ടുണ്ട്. എന്നെ അത്രമാത്രം ഞെട്ടിച്ചിട്ടുണ്ട്. എനിക്ക് മനസ്സറിഞ്ഞ് ഇതൊരു മാരക മൂവിയാണ്, ഇതൊരു അപാര സിനിമയാണെന്ന് പറയാൻ എനിക്ക് തോന്നുന്നുണ്ട്. അത് വളരെ സത്യസന്ധമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അത്രയും ഒരു കിഡിലൻ സിനിമയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന ആസിഫ് അലി, അപർണ മുരളി, വിജയരാഘവൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ഈ ഒരു സിനിമ. ആസിഫ് ഖ കുറെ കാലത്തിന് ശേഷമാണ് വളരെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ആക്ടിങ്, ഇത്രയും മനോഹരമായിട്ടൊരു ക്യാരക്ടർ, അതിന്റെ എല്ലാത്തരം ഇമോഷൻസും കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു സീനുണ്ട്, ഒരു മോർച്ചറിയിൽ പോയിട്ട് ഒരു ഒരു സംഭവം, അത് ഇന്ന ബോഡിയാണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു സംഭവം ഉണ്ട്. അവിടുത്തെ ഒരു സീനൊക്കെ ഉണ്ട്, കണ്ണെന്നൊക്കെ വെള്ളം, ഒരു കണ്ണീരിങ്ങനെ ഉറ്റുന്നിട്ട് കണ്ണീരിങ്ങനെ ഒഴുകിയിട്ട് അത് കൺട്രോൾ ചെയ്തിട്ട് ഇത് അയാളല്ല എന്ന് മനസ്സിലാകുമ്പോൾ ഉള്ളൊരു ആശ്വാസം, അയ്യോ മാരകമാണ്. ആസിഫ് ഖാനൊക്കെ മുത്താണ്, അങ്ങനെയാണ് പറയുന്നത്. എന്ത് രസമായിട്ട് ചെയ്തിരിക്കുന്നത് അറിയോ. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഈ സിനിമയ്ക്ക് പോകുമ്പോൾ ഒന്ന് രണ്ട് തിയേറ്റർ റെസ്പോൺസ് ഞാൻ ഇങ്ങനെ കണ്ടു. അതിൽ ഈ പറഞ്ഞ പോലെ കുറെ ആളുകൾ നല്ല സംഭവങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ കൂടെ പോകുന്ന ഒരാളൊന്നുമില്ല, എന്നാലും ഒറ്റയ്ക്ക് ഇത് പോയി കണ്ടേക്കാം എന്ന് വിചാരിച്ച് പോകുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ചന്തക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഒരു കടയുണ്ട്. അവിടെ ഒരു ദം ബിരിയാണി, നമ്മൾ കല്യാണ ബിരിയാണി കിട്ടും. 60 രൂപയുള്ളൂ. ചിക്കൻ ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ഒക്കെ കിട്ടും. ഭയങ്കര ടേസ്റ്റാണ്. എന്തായാലും വേണ്ടില്ല, സിനിമ കണ്ടു കഴിഞ്ഞിട്ട്, കാരണം ഞാൻ കറക്റ്റ് 6:15 സിനിമ തുടങ്ങുന്നത്, കറക്റ്റ് ടൈമിലേക്ക് എത്തുക. അപ്പം പോകുന്ന സമയത്ത് അവിടെ എത്തുന്നതിന് മുമ്പ് കഴിക്കാൻ ടൈമില്ല, ഇങ്ങനെയുള്ള വിശക്കണമുണ്ട്. തിരിച്ചു വരുമ്പോൾ എന്തായാലും വേണ്ടില്ല, അത് കഴിച്ചിട്ടേ വരുള്ളൂ എന്നുള്ളൊരു നിശ്ചയത്തോടു കൂടിയാണ് ഞാൻ ഈ സിനിമയ്ക്ക് പോയത്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനത് മറന്നു എന്നാണ്. എങ്ങനെങ്കിലും വരെ ഈ റിവ്യൂ ഒന്ന് പറയുക എന്നുള്ളതായിരുന്നു. എനിക്ക് ആരുടെങ്കിലും ഇത് പറയണല്ലോ, എന്നെ കേൾക്കാനുള്ളത് നിങ്ങളാണ്. സോ ആ ഒരു ആവേശമായിരുന്നു എൻ്റെ ഉള്ളിൽ മുഴുവൻ. ആവേശം എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ ഫീൽ എങ്ങനെ പറഞ്ഞ് അറിയിക്കണം എന്ന് പോലും എനിക്കറിയില്ല. അത്രയും എനിക്ക് ഗംഭീര സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ സംവിധാനം, സിനിമോട്ടോഗ്രാഫി, ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു ഡെപ്താന്ന് പറയും ഒരു ഒരു സീനിനും ഒരു ഷോട്ടിനും. അത് ഒരു ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഫുൾ ആ ഫോറസ്റ്റ്, അവിടുത്തെ കുറെ സ്ഥലങ്ങൾ, ഇതൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത ഫുൾ മിക്ക ഒരു 70% ഇതിലെ സീനുകളും അങ്ങനെയാണ്. ഫോറസ്റ്റും കാടും സംഭവങ്ങളൊക്കെയാണ്. അതിങ്ങനെ ആ സീൻ, അതിന്റെ ആഴം ഉണ്ടല്ലോ. ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ള ഏരിയ, അതിന്റെ ഒരു ഒരു വലിപ്പം, അല്ലെങ്കിൽ എന്താ പറയാ, നിഗൂഢത, ഇതൊക്കെ ഒരു ഷോട്ടിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പറയാതെ ഇങ്ങനെ പറയാണ്, കുറേ സംഭവങ്ങൾ ഇങ്ങനെ പറയാം. ആദ്യത്തെ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തേക്ക് എനിക്ക് ഇതെന്താ സംഭവം എന്നൊരു പിടിയും കിട്ടിയില്ല. ഏകദേശം ഫസ്റ്റ് ഹാഫും അങ്ങനെ തന്നെ കടന്നുപോയത്. എന്തൊക്കെയോ ഇതിലുണ്ട്, ഇതെന്താ സംഭവം, അങ്ങനത്തെ ഒരു ഇതെന്താ ചോദ്യം ഇങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിലും കറക്റ്റ് മനസ്സിലാവണില്ല. എന്നാൽ നമ്മൾ ആ സിനിമയിൽ ഉണ്ട് താനും. സെക്കൻഡ് ഹാഫിൽ എത്തിയപ്പോൾ തുടങ്ങിയില്ലേ കണക്ഷൻസ് ഇങ്ങനെ തുടങ്ങിയിട്ട്, ഇത് എന്താണ്, ഇതാണെന്ന് പറഞ്ഞ ഓരോന്നും ഇങ്ങനെ ഇട്ട് തരികയാണ്. മക്കളെ, നീ നേരത്തെ കണ്ട ഇതാണ്, നീ ഇപ്പൊ കണ്ടത് ഇതാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കണക്ഷൻസ് ഇങ്ങനെ ഇട്ട് തരാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സിനിമയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങാൻ പറ്റണ്ടേ. ഓരോ സമയത്തും ഇതിലെ ക്യാരക്ടേഴ്സ്, അല്ലെങ്കിൽ ഇതിൽ വിജയരാഘവന്റെ കഥാപാത്രമുണ്ട്, പുള്ളി നടത്തുന്ന ഒരു അന്വേഷണമുണ്ട്. അതെന്താണ് എന്നുള്ള പുള്ളിക്കാരന്റെ കൂടെ ആ ഒരു ഇമോഷനിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുക. എന്നാൽ അതേ സമയത്ത് ആസിഫ്കയുടെ ക്യാരക്ടറുടെ കൂടെ നമ്മൾ പോകുന്നുണ്ട്. അപർണ ബാലമുരളി സൂപ്പർ ക്യാരക്ടർ, ഒരു കിഡിലൻ ക്യാരക്ടർ ആയിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ ഇതേപോലെ ആ ക്യാരക്ടറുടെ കൂടെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ഇതേ സെയിം ടൈം നമുക്ക് പുള്ളിക്കാരന്റെ പേര് എനിക്ക് കിട്ടുന്നില്ല, വേറെ 2-3 ക്യാരക്ടേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ അത് ഓരോ ക്യാരക്ടറും സീനിൽ വരുമ്പോൾ, പെർഫോം ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന്റെ കൂടെ നമ്മളെ കൊണ്ടുപോവുക, അവരുടെ പെർസ്പെക്റ്റീവിൽ നമ്മൾ കാര്യങ്ങളെ കാണുകയാണ്. അങ്ങനെ പോയിട്ട് ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് മക്കളെ. എനിക്ക് അറിയാമായിരുന്നു ഇത് ഇവർ പറയുന്നതിൽ നിന്ന് മാറി ഇങ്ങനെ ആവാം എന്നുള്ള രീതിയിൽ നമ്മൾ കുറെ ത്രില്ലേഴ്സ് കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ഒരു സാധനമുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം അറിയായിരുന്നു. എന്നിട്ട് പോലും ആ ഒരു സീൻ വന്നപ്പോൾ
അയ്യോ എന്തൊരു സീനാണത്. അത് അതിലെങ്ങനെയാണ് ആസിഫ് അലി എന്ന് പറയുന്ന നടൻ പെർഫോം ചെയ്തിരിക്കുന്നത്, അതിലെങ്ങനെയാണ് കൂടെയുള്ള അവരുടെ വൈഫായിട്ടുള്ള ഒരു ഒരു ക്യാരക്ടർ ഉണ്ട്, ആ പേരെനിക്കറിയില്ല, അവര് ചെയ്തിരിക്കുന്നത്, ആ സീൻ എങ്ങനെയാണ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ അത് നെറേറ്റ് ചെയ്തിരിക്കുന്നത്, അതെങ്ങനെയാണ് ഒരു വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, ഒക്കെ ഭയങ്കരമാണ്. ആ സീൻ ഭയങ്കരമായിട്ടുള്ള ഒരു സീനാണ്. ഞാൻ എന്റെ അമ്മോ എന്താണിതെന്ന് തോന്നിപ്പോയ ഒരു സീൻ. കാരണം വളരെ എന്താ പറയാ, സ്ലോ എന്ന് ഒരിക്കലും പറയാതെ, കാരണം ഒട്ടും സ്ലോ ആയിട്ടല്ല പോകുന്നത്. ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ നമ്മുടെ ഉള്ളിലേക്ക് ഓരോ ഡൗട്ട്സിനെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് എഴുത്തുകാരൻ. ഇതിങ്ങനെ ഡൗട്ടാവും, ഇങ്ങനെ തോന്നും, അയ്യോ ഇത് എന്തായിരിക്കും, ഇയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതിപ്പോ ആസ്കയുടെ ക്യാരക്ടർ ചിന്തിക്കുന്ന പോലെയാണോ, അപർണ ബാലമുരളി ചിന്തിക്കുന്ന പോലെയാണോ, അതോ വിജയരാഘവന്റെ അടുത്താണോ ശരി, അതോ മറ്റുള്ള ക്യാരക്ടേഴ്സ് ആണോ, ഇങ്ങനെ ഡൗട്ട്സിന് മേലെ ഡൗട്ട്സ് ആണ്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയാൻ എങ്ങനെ ഏത് രീതിയിൽ പറയുന്നത് എനിക്കറിയില്ല. സ്ലോ എന്നല്ല, ഒരു ഒറ്റ ഫ്ലോയിലാണ് ഏകദേശം ഈ സിനിമ പോകുന്നത്. ഒരു 90% ഒരൊറ്റ ഫ്ലോ. ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെയാണ് പോകുന്നത്. അതൊന്നൊരു കയറ്റം ഇറക്കം എന്നൊന്നും പറയാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാം ആ ഒരൊറ്റ ഫ്ലോയിലാണ്. ആ ഫ്ലോയിലെ കൂടെ നമ്മളിങ്ങനെ സഞ്ചരിക്കുക. തുടക്കം മുതൽ നമ്മൾ ഇന്നാവാണ്, നേരെ ഇതിലേക്കാണ് ഇന്നാവാണ്. എന്നിട്ട് അതിലിങ്ങനെ സഞ്ചരിക്കുക. പിന്നെ നമ്മുടെ ഉള്ളിൽ, പ്രേക്ഷകന്റെ ഉള്ളിൽ വരുന്ന ചില ഫീലിങ്സ് ആണ്. അതായത് നമ്മുടെ ഉള്ളിൽ വരുന്ന കുറച്ച് കയറ്റിറക്കങ്ങളുണ്ട്. അത് സിനിമയിലല്ല ഞാൻ പറയുന്നത്, നമ്മുടെ ചിന്തകൾക്ക് വരെ ചില സംഭവമുണ്ട്. ഇതായിരിക്കാം, ഇത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ചില സംഭവങ്ങളുണ്ട്. അതിന് മാത്രമാണ് കയറ്റിറക്കം സംഭവിക്കുന്നത്. അല്ലാതെ സിനിമ ഈ ഒരൊറ്റ പോക്കാ. അയ്യോ ഗംഭീര സിനിമ. ഞാൻ ഇത് പറയുമ്പോൾ കുറച്ച് ഓവർ ആകുമോ അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ എടുക്കുന്ന എനിക്കറിയില്ല. ഞാൻ എന്റെ ഫീലിങ്സ് മാത്രമാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇത് പറയുന്നത് വെച്ചാൽ, ഈ സിനിമയിൽ ഞാൻ പറയാൻ പോകുന്ന സിനിമയായിട്ട് ചില സാമ്യതകളല്ല, എന്നാൽ ആ സിനിമ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു സംഭവമുണ്ട്. അതുമായിട്ട് നമുക്ക് ചേർത്ത് പറയാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. അതൊരു ക്രെഡിറ്റ് ആയിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ദൃശ്യം എന്ന് പറയുന്ന സിനിമയാണ് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ത്രില്ലർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 90% ആളുകളും പറയുന്ന പേരായിരിക്കും ദൃശ്യം. അതല്ലാതെ അഞ്ചാം പാതിരയൊക്കെ പലരും പറയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിരിക്കും. പക്ഷെ മികച്ച ത്രില്ലർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൃശ്യം എന്നാണ് പറയേണ്ടത്. എനിക്ക് എന്തായാലും ദൃശ്യമാണ്. ദൃശ്യത്തിന് മുകളിൽ താഴെ ഒപ്പം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതൊരു താരതമ്യപ്പെടുത്തലാവും. പക്ഷെ അങ്ങനെ ഞാൻ പറയുന്നില്ല. എന്നാൽ ദൃശ്യം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് ശേഷം ഏതാണ്ട് അതുപോലെ എൻ്റെ ഉള്ളിലേക്ക് ഒരുപാട് തരം ഒരു ത്രില്ലിങ് എലമെന്റും സസ്പെൻസും തന്നിട്ടുള്ള ഒരു സിനിമയാണ് ഈ കിഷ്കിന്ധാകാന്ഡം എന്ന് പറയുന്ന സിനിമ. ദൃശ്യത്തിന് മുകളിൽ അല്ലെങ്കിൽ ദൃശ്യത്തിന് താഴെ എന്നും ഞാൻ പറയുന്നില്ല, ദൃശ്യത്തിനോടൊപ്പം തന്നെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ മുകളിൽ എന്ന് പറയാൻ ചില സ്ഥലങ്ങളിൽ എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇമോഷണലി അതൊരു പക്ഷെ അന്ന് കണ്ട ഫീലിംഗ് അല്ലല്ലോ. ദൃശ്യം അന്ന് കണ്ടപ്പോൾ ഇതേ ഫീലിംഗ് എനിക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇന്നിപ്പോ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു, ഞാൻ പറഞ്ഞില്ല, നെഞ്ചിന്റെ പടപ്പ് മാറിയിട്ടില്ല. അത്രമാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. എനിക്കറിയില്ല ഇത് ഞാൻ കുറെ ഊക്ക് മേടിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. മറ്റുള്ള ആളുകൾക്ക് ഇത് എങ്ങനെയാണ് ഫീൽ ചെയ്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ അവസാനം ആസിഫ് അലിയുടെ ക്യാരക്ടർ വിജയരാഘവനെ കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ കണ്ണ് നിറയാത്തവരുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എന്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്, ഞാൻ ചുറ്റും നോക്കിയിരുന്നു, എല്ലാവരും ആ ഫീൽ തന്നെ. കണ്ണ് നിറഞ്ഞൊന്നും എനിക്കറിയില്ല, പക്ഷെ എല്ലാവരും ആ ഒരു ഫീലിൽ മുഴുകി അതിൽ അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഇരുന്നത്. അത് എനിക്ക് ഷുവറാണ്. എനിക്ക് അഷ്വർ ചെയ്തിട്ട് അത് പറയാൻ കഴിയും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ തീർച്ചയായിട്ടും മറക്കാതെ കമന്റിൽ രേഖപ്പെടുത്തുക. എനിക്കത് അറിയണമെന്നുണ്ട്, അതുകൊണ്ടാണ്. സോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും ഏകദേശം ഇതുപോലെ ഫീൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും കാണാം. കാണുന്നവരെ മസ്റ്റ് വാച്ച്.